നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ഡിജിറ്റൽ ഡിവൈസുകളുടെ ഉപയോഗം ഇന്ന് കൂടുന്നു. ഇത് കുട്ടികളുടെ കണ്ണിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഈ വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കുട്ടികളിലെ കാഴ്ച പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനായി നമുക്കൊപ്പം ചേരുന്നത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MG ദീപയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, നമ്മൾ കുട്ടികളിലെ കാഴ്ച വിഷയങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ദീപ. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ കുട്ടികളിൽ സാധാരണ കണ്ടുവരാനുള്ള കാഴ്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കണ്ണട വെക്കേണ്ട സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണ്? കുട്ടികളിൽ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന കാഴ്ച പ്രശ്നം എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് എറേഴ്സ് ആണ്. അത് നമ്മൾ സാധാരണ ഭാഷയെ പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് എന്നൊക്കെ പറയുന്ന സംഗതി. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ കണ്ണിലേക്ക് പ്രകാശരശ്മികൾ വന്നു കഴിയുമ്പോൾ അത് ആദ്യം വീഴുന്നത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുള്ള ഒരു ടിയർ ഫിലിം ഇതിലേക്കാണ്, കണ്ണുനീരിൻ്റെ ഒരു പാട. പിന്നീട് കണ്ണിൻ്റെ വിവിധ സ്ട്രക്ചേഴ്സായ കോർണിയ, അതിൻ്റെ പുറകിലുള്ള അക്വസ് ഹ്യൂമർ, ലെൻസ്, വിട്രിയസ്, അതിലൂടെയൊക്കെ കടന്നുപോയി നമ്മുടെ കണ്ണിനുള്ളിലെ റെറ്റിന അഥവാ നേത്രാന്തര പടലം അതിൽ പോയിട്ട് ഫോക്കസ് ചെയ്യും. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് രാസപ്രവർത്തനങ്ങൾ നടക്കുകയും ഒരു വിഷ്വൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുകയും ഈ ലൈറ്റ് ഇലക്ട്രിക്കൽ ഇമ്പൾസായിട്ട് മാറുകയും ഇതിനെ നമ്മുടെ കാഴ്ച ഞരമ്പ് അഥവാ ഒപ്റ്റിക് നെർവ് ബ്രെയിനിലേക്ക് എത്തിക്കുകയും അങ്ങനെയാണ് നമ്മൾ കാണുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു സാധനത്തിനെ നമ്മളൊരു കാഴ്ച അനുഭവമായിട്ട് നമുക്ക് പെർസീവ് ചെയ്യാൻ, കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ലൈറ്റ് റെറ്റിനയിൽ തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യാതെ അതിന് പകരമായിട്ട് കുറച്ച് റെറ്റിനയുടെ മുമ്പിലായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഷോർട്ട് സൈറ്റ് അഥവാ മയോപ്പിയ എന്ന് പറയും. റെറ്റിനയ്ക്ക് പകരം റെറ്റിനയുടെ പുറകിലായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ലോങ് സൈറ്റ് അഥവാ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയും. ഒരു പോയിന്റിൽ ഫോക്കസ് ആവാതെ ഒരു ലൈനായിട്ടോ പടർന്നോ ഒക്കെ ഫോക്കസ് ആകുമ്പോൾ അസ്റ്റിഗ്മാറ്റിസം എന്നുള്ള റിഫ്രാക്റ്റീവ് എറർ. ഇതാണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതലായിട്ട് കുട്ടികളിൽ കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാകാവുന്ന കണ്ണിന് പവർ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇത് എപ്പോഴും കാഴ്ചക്കുറവായിട്ട് തന്നെ ആയിരിക്കണം എന്നില്ല കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ണിന് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് കണ്ണ് വേദന, തലവേദന, എപ്പോഴും കണ്ണ് തിരുമാനുള്ളൊരു ടെൻഡൻസി, കുറച്ചധികം നേരം എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ, അതായത് കണ്ണ് സ്ട്രെയിൻ വരുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുക, ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് പേരൻസ് പറയാറ്. മാത്രമല്ല ഇപ്പം പണ്ട് കാലത്തെ അപേക്ഷിച്ച് നമുക്ക് അറിയാം കണ്ണട ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. അല്ല, നമ്മളൊക്കെ ചെറുതായിരുന്നു ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ക്ലാസ്സിൽ 1-2 ആൾക്കാരെ ഉണ്ടാവുള്ളായിരിക്കും കണ്ണട ഉപയോഗിക്കണം. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ അതിൻ്റെ എണ്ണം കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്കൂളുകളിലൊക്കെ വർഷാവർഷം നടക്കുന്ന ഹെൽത്ത് ചെക്കപ്പ് അതിൻ്റെ ഭാഗമായിട്ട് കാഴ്ച സ്ക്രീൻ ചെയ്യണമെന്നുള്ളത് മസ്റ്റൊക്കെ ആക്കിയത് കൊണ്ടും പിന്നെ പേരൻസിൻ്റെ ഇടയിൽ പൊതുവെ അവയർനെസ്സൊക്കെ കൂടിയത് കൊണ്ടും കുട്ടികളുടെ കാഴ്ച പരിശോധിക്കുന്നതിൻ്റെ എന്താ പറയുക, അത് ചെയ്യുന്നത് കൂടുതലായിട്ട് വരുന്നത് കൊണ്ടും ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ കണ്ണട ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ കൂടിയിട്ടുമാണ് കാണാറുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഈ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളെ പറ്റി. എന്തായാലും ഒരു ചോദ്യം, ഈ കുട്ടികളിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ അതുപോലെ ലാപ്ടോപ്പ് ഉപയോഗങ്ങൾ വളരെ കൂടുന്നുണ്ട്. നമുക്കറിയാം ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ വളരെ വലിയ തോതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ അതുപോലെ ലാപ്ടോപ്പ് എന്നിവയുടെ ഉപയോഗം വളരെ കൂടുന്നത് കൊണ്ടുള്ള കാഴ്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആ കാഴ്ച പ്രശ്നങ്ങൾ ഇപ്പോൾ കൂടുന്നില്ലേ? ശരിയാണ്, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഡിവൈസ് യൂസുകൾ കൂടുതലാണ്. അത് കുട്ടികളിലും വലിയവരിലും കൂടുതലാണ്. ഇപ്പോൾ കൊറോണയൊക്കെ വന്ന സമയത്ത് ഓൾമോസ്റ്റ് മുഴുവൻ സമയവും കുട്ടികൾ ഓൺലൈൻ കാര്യങ്ങളിലേക്ക് കൺഫൈൻഡ് ആയി പോയ ഒരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഫിസിക്കലി ക്ലാസ്സൊക്കെ തുടങ്ങിയപ്പോൾ അതിനൊക്കെ കുറേ അയവ് വന്നു. പക്ഷേ എന്നാലും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഈ ഡിജിറ്റൽ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഉപയോഗം കൂടിയതുകൊണ്ട് കുട്ടികളിൽ കാഴ്ചയുടെ പ്രശ്നങ്ങളെക്കാൾ കണ്ണിനുള്ള ബാക്കി പ്രശ്നങ്ങളാണ് നമ്മൾ OPയിലൊക്കെ സാധാരണഗതിയിൽ കാണാറ്. അതായത് കൂടുതൽ സമയം ഈ സ്ക്രീനിലേക്ക് തന്നെ കണ്ണ് നട്ടിരിക്കുന്നത് കൊണ്ട് മെയിനായിട്ട് സംഭവിക്കുക നമ്മുടെ കണ്ണിൽ ഡ്രൈ ഐസ് വരിക എന്നുള്ളതാണ്. പണ്ടൊക്കെ ഇത് ഈ IT പ്രൊഫഷണൽസ് ഒരുപാട് നേരം സ്ക്രീൻ യൂസ് ചെയ്ത് ജോലി ചെയ്തിരുന്ന പ്രൊഫഷണൽസിലൊക്കെ കണ്ടുവന്നിരുന്നതാണെങ്കിൽ ഇപ്പോൾ അതിന് ഏജോ ജോലിയോ ഒന്നും വ്യത്യാസമില്ല, എല്ലാ ആൾക്കാരിലും ഈ ഡ്രൈ ഐ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ലെയർ എന്ന് പറയുന്നത് ഈ ടിയർ ഫിലിമാണ്.
അപ്പോൾ അത് വളരെ ക്ലിയറായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മുടെ കാഴ്ച ക്ലിയർ ആവുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ പോളകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ അത് നല്ല ഭംഗിയായിട്ടൊരു ലെയർ ഫോം ചെയ്താലേ കണ്ണിൻ്റെ ആ ഒരു കംഫർട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്ക്രീനിലേക്ക് അധിക സമയം ഇങ്ങനെ കണ്ണ് നട്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഈ ബ്ലിങ്ക് ചെയ്യുന്നത്, കണ്ണടയ്ക്കുന്നത് ഭയങ്കരമായിട്ട് കുറയും. നോർമലി ഒരു മിനിറ്റിൽ ഒരു 10-12 തവണയൊക്കെ വേണ്ടതാണിത്. അതിൻ്റെ എണ്ണം വളരെ കുറഞ്ഞു പോകും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ടിയർ ഫിലിം ഭയങ്കര അൺസ്റ്റേബിൾ ആകും, അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ അത് കോർണിയയുടെ ആരോഗ്യത്തെയും ബാക്കി ലൈറ്റ് സുഗമമായിട്ട് ഈ ഫോക്കസിങ് കാര്യങ്ങളെല്ലാം അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടുള്ള സിംറ്റംസ് കുട്ടികളിൽ ഉണ്ടാവുകയും ചെയ്യും. സാധാരണ എന്ന് വെച്ചാൽ കണ്ണ് ചുമന്ന് വരിക, ഭയങ്കരമായിട്ട് കണ്ണ് തിരുമാൻ തോന്നിക്കുക, അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരിക. അപ്പോൾ ഒരു അലർജി പോലെയുള്ള സിംറ്റംസ്, ഭയങ്കര പുകച്ചിൽ കണ്ണിൽ ഫീൽ ചെയ്യും. ഈ കാഴ്ചക്കുറവിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളായിട്ടാണ് ഇപ്പോൾ ആളുകൾ ഈ ഡിജിറ്റൽ യൂസ് കാരണം വരുന്നത്. പിന്നെ കാഴ്ചേനെ ഇത് ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മയോപ്പിയ പോലെയുള്ള അതായത് ഷോർട്ട് സൈറ്റ് പോലെയുള്ള പവറുള്ള ആളുകളിൽ ഈ അമിതമായിട്ട് അടുത്തുള്ള ഡിസ്റ്റൻസിൽ വെച്ച് ഈ ഡിജിറ്റൽ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെറിയ തോതിലെങ്കിലും ആ പവറിൽ വേരിയേഷൻ വരാം എന്ന് ചില പഠനങ്ങൾ, എസ്പെഷ്യലി കൊറോണ സമയത്ത് നടത്തിയ കുറച്ച് പഠനങ്ങളിൽ കണ്ടിരുന്നു. പക്ഷേ പവറൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഈ ഡിജിറ്റൽ ഉപയോഗം കൊണ്ട് പവർ വരുമോ എന്നുള്ളതൊന്നും ഇതുവരെ അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നും ഉണ്ടായിട്ടില്ല. വേറെ ഇതിൻ്റെ കൂടെ വരാവുന്ന വേറെ പ്രശ്നങ്ങളാണ് ഈ ഫോണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ് ഉപയോഗിക്കുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ. കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ വളഞ്ഞുകൂടിയിരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും കട്ടിലിൽ പോയി കിടന്ന് ഒരു പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്യാതെ യൂസ് ചെയ്യുക, ഇലൂമിനേഷൻ കറക്റ്റ് അല്ലാത്ത മുറികളിൽ ഇരുന്നിട്ട് ഇരുട്ടത്തിരുന്നത് ഫോണിൻ്റെ ഗ്ലെയർ അടിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ ഫോൺ സൈസ്, അങ്ങനെ പല ഫാക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കണ്ണിൻ്റെ കംഫർട്ടിനെയും ആരോഗ്യത്തെയും ബാധിക്കാം. അതുകൊണ്ട് ഇതിൽ വ്യക്തമായിട്ടുള്ള നമ്മളൊരു ഡിസിപ്ലിൻ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇത് പലരെയും പല രീതിയിലാണ് ബാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ കണ്ണുമായി ബന്ധപ്പെട്ടതിന് എന്തെങ്കിലും എക്സസൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതിന് ഡെഫിനറ്റായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ സെറ്റായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഡ്രൈ ആയി പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ കാര്യം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം നമ്മൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു അരമണിക്കൂറിന് ശേഷം നിർബന്ധമായിട്ട് അവരെ കൊണ്ടൊരു ബ്രേക്ക് എടുപ്പിക്കുക. ഈ ബ്രേക്ക് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ആ സ്ക്രീനിൽ നിന്ന് കണ്ണൊന്ന് മാറ്റി കൺപോളകൾ ഒരു 5-6 പ്രാവശ്യം അടുപ്പിച്ച് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. അപ്പോൾ അത് കണ്ണിൻ്റെ മസിൽസിനും കണ്ണിൻ്റെ പോളയുടെ മസിൽസിനൊക്കെ ഒരു എക്സസൈസ് കൊടുക്കുമ്പോൾ ഒരു റിലാക്സേഷൻ വരും. മാത്രമല്ല ഈ ടിയർ ഫിലിം ഒന്ന് നന്നായിട്ട് ഫോം ചെയ്യാൻ അത് സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഗ്രീനായിട്ടുള്ള പുറത്തേക്കൊന്ന് നോക്കി ഒരു പച്ചപ്പൊക്കെയുള്ള സ്ഥലത്തേക്ക് ഒന്ന് നോക്കുക, ഒന്ന് സ്വന്തം പൊസിഷനിൽ നിന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് കഴുത്ത് നിവർത്തുക, നടക്കുക, ഇങ്ങനെയുള്ള ചെറിയ ആക്ടിവിറ്റീസ് ചെയ്ത ശേഷം പിന്നീട് അത് തുടരുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ ടൈം കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ടൈം റെസ്ട്രിക്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇവരോട് ഇപ്പോൾ ടാബ് ആയാലും ലാപ്ടോപ്പ് ആയാലും ഒക്കെ ഒരു മേശയും കസേരയും വെച്ച് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് നമ്മുടെ കണ്ണിൽ നിന്ന് ഏകദേശം ഒരു 20 ഡിഗ്രി ആംഗിളിൽ ആ ഡിവൈസ് വരുന്ന രീതിയിൽ അത് പൊസിഷൻ ചെയ്ത് വെക്കാൻ പറയുക. അതുപോലെ തന്നെ ഇപ്പോൾ എയർ കണ്ടീഷനിങ് ഒക്കെ ഉള്ള റൂമിലിരുന്നാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ കണ്ണിലേക്ക് ഡയറക്റ്റായിട്ട് ആ എയർ കണ്ടീഷണറിൻ്റെ ആ ഒരു കാറ്റ്, ആ എയർ ഇത് വരുന്ന രീതിയിൽ ഇരിക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ സ്ക്രീനിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് പുറകിലായിട്ടൊരു ലൈറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റ് ഈ സ്ക്രീനിൽ നിന്ന് അടിച്ച് കണ്ണിലേക്ക് ഗ്ലെയർ വരാത്ത രീതിയിലിരിക്കാൻ ആയിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മൾ സ്ക്രീനിൻ്റെ അതിൽ നിന്നുള്ള ആ ഒരു ലൂമിനൻസ്, ആ ഒരു ഇൻറ്റൻസിറ്റി, കുറച്ച് ലൈറ്റ് ഒരു മീഡിയം ഇതിൽ സെറ്റ് ചെയ്യുക. കറക്റ്റ് ഫോൺ സൈസ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഡിജിറ്റൽ യൂസ് നമുക്ക് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുട്ടികളോട് മെയിനായിട്ടും ഇതിൽ റെസ്ട്രിക്ഷൻ വേണ്ടത് ഒരു സമയത്തിൻ്റെ കാര്യത്തിലാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഉപയോഗം അരമണിക്കൂറിൽ കൂടുതൽ പാടില്ല. ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ കൂടുതൽ പഠന ആവശ്യങ്ങളൊക്കെ ഉള്ള സമയങ്ങളിൽ 2 മണിക്കൂർ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. അവരവരുടെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ അതിൻ്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കാനും ഓർക്കണം. കാരണം ഇതൊക്കെ ഒരു ദിവസം പറഞ്ഞ് ആരും ഫോളോ ചെയ്യുന്ന കാര്യങ്ങളല്ല. അവർക്കൊരു ഡിവൈസ് കൊടുത്ത് അവരൊരു സ്ഥലത്ത് ഇരുത്തുക, എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു പോളിസി ജനറലായിട്ട് പേരൻസ് ഫോളോ ചെയ്യുന്നത്. അതിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് അവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഡീൽ ചെയ്ത് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കോട്ടയത്ത് നിന്നും ഷീനയാണ്.
ഷീന ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എൻ്റെ പേര് ഷീന. എൻ്റെ കൊച്ചിന് ഇപ്പം 10 വയസ്സുണ്ട്. അവർക്ക് ചെറുപ്പം തൊട്ടേ കാഴ്ചക്കുറവുള്ള അകലക്കാഴ്ചക്ക് പ്രോബ്ലം ഉണ്ട്, കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി 6 മാസം കൂടുമ്പം കണ്ണ് ചെക്ക് ചെയ്ത് കണ്ണാടി കറക്റ്റായിട്ട് മാറണം, അങ്ങനെയൊന്നുണ്ടോ? അതുപോലെ ഈ കൊച്ചിങ്ങനെ നമ്മൾ 6 മാസം കൂടുമ്പോൾ കണ്ണാടി മാറിയില്ല, അത് എന്ത് കാഴ്ചക്കുറവ്? എന്തോ? ഹലോ, അത് ഞാൻ പറയാം. ഇപ്പോൾ അതിനെപ്പറ്റി പറയാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മയോപ്പിയ, ഹൈപ്പർ മെട്രോപ്പിയ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് കണ്ണട വെക്കേണ്ടി വരാറ് സാധാരണഗതിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പവറുകൾ വളരെ ഹൈ ആയിട്ടുള്ള കുട്ടികളിൽ ചില സമയത്ത് ഇതിൻ്റെ കൂടെയായിട്ട് കോങ്കണ്ണ് കൂടി കാണാറുണ്ട്. അപ്പം നമ്മൾ ആദ്യം കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ച് നോക്കി പരിശോധിച്ച് പവർ കണ്ടുപിടിക്കുന്നതിനോടൊപ്പം കോങ്കണ്ണുണ്ടെങ്കിലും ഡോക്ടറിനത് മനസ്സിലാക്കും. ഡോക്ടർ നിങ്ങളോടത് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കണ്ണട വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം കണ്ണട വെക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഫുൾ കറക്ഷനൊന്നും ചിലപ്പോൾ കൊടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അത് ഓരോ കുട്ടികളിൽ എത്ര ഡിഗ്രി പവർ ഉണ്ട് എന്നുള്ളതൊക്കെ ആശ്രയിച്ച് അത് വ്യത്യാസപ്പെടും. അപ്പോൾ ഇത് കറക്റ്റായിട്ടൊരു പവറിലേക്ക് നമ്മൾ എത്തുന്നത് തന്നെ ചിലപ്പോൾ 1-2 വിസിറ്റുകൾ കൊണ്ടായിരിക്കും. അതുകൊണ്ട് കണ്ണട വെച്ച് കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് 6 മാസം ഫോളോ അപ്പ് ഡോക്ടറെ കാണിക്കണം എന്നുള്ളത് കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് പാലിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ പവർ കൂടുകയായിരിക്കില്ല, അടുത്ത തവണ പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും ആദ്യം കൊടുത്തതിനേക്കാളും, അങ്ങനെയും വേരിയേഷൻ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 6 മാസം കൂടുമ്പോൾ ഫോളോ അപ്പിന് പോകണം. ഡോക്ടർ പറയുന്നതനുസരിച്ച് കണ്ണട മാറ്റുമോ അത് തന്നെ വെക്കുകയോ എങ്ങനെയാണെന്നുള്ളത് അത് ഫോളോ ചെയ്യുകയും വേണം. ഇല്ലെങ്കിൽ ഈ കോങ്കണ്ണ് പോലത്തെയുള്ള പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യുന്നതിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടും. അപ്പോൾ അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് പറയേണ്ട വേറൊരു വിഷയമാണ് ഈ ലേസി ഐ അഥവാ ആംബ്ലയോപ്പിയ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ചോദിച്ചോ, എന്താണ് ചോദിക്കേണ്ടത്? ഈ കാഴ്ചക്കുറവ് എപ്പോഴും ഇല്ല, കാഴ്ചക്കുറവുണ്ട്. കണ്ണിന്റെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മള് ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ കോങ്കണ്ണ് പോലെ ഒരു സെക്കൻഡ് അങ്ങനെ നമുക്ക് തോന്നും, പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴേ അന്നേരം തന്നെ അത് മാറും. എപ്പോഴും ഇല്ല, ചില സമയം ഇങ്ങനെ നമുക്ക് തോന്നുവേ. ഞാൻ ചോദിച്ചത്, അപ്പം അതിന് ചികിത്സ ഉണ്ടോ? ഡോക്ടറെ കാണിച്ചാൽ മതി അല്ലേ? അതാ പറഞ്ഞത്. അപ്പോൾ ഈ കാഴ്ചക്കുറവിനോട് അനുബന്ധിച്ച് ചില കുട്ടികളിൽ കോങ്കണ്ണ് കാണും. അത് നമ്മൾ കൃത്യമായി കണ്ണട ഉപയോഗിച്ച് ഈ പവറിൻ്റെ കറക്ഷൻ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിലെ മസിലുകൾക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു റെസ്റ്റോ ആവശ്യമുള്ള രീതിയിലുള്ള പ്രവർത്തനം മാത്രം ലഭ്യമാകുന്ന രീതിയിൽ അതിന് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോങ്കണ്ണിനും നല്ല വ്യത്യാസം വരും. അതുപോലെ ഡോക്ടർ, കൊച്ചിന് ഇടയ്ക്ക് കണ്ണാടി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എപ്പോഴും കിടക്കാനായിട്ട് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പം അവള് പറയും പെട്ടെന്ന് ഇടയ്ക്ക് ഊരുമ്പം അത് മഞ്ഞ, അത് കണ്ണാടിക്കൂടെ നോക്കുമ്പോൾ എന്തോ മഞ്ഞ നിറം പോലെ തോന്നും. കണ്ണാടി മാറ്റുമ്പോൾ നല്ല വെട്ടം വരുമെന്ന് പറഞ്ഞ്. അത് കാഴ്ചയുടെ പ്രശ്നമാണോ അതോ നോർമലി അങ്ങനെ കണ്ണാടി ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ തോന്നാറുള്ളതാണോ? അങ്ങനെ ഒരു സ്പെസിഫിക് നിറം എന്നല്ല, ചെറിയൊരു വ്യത്യാസം എന്തായാലും അല്ലാതെ നോക്കുന്നതിനേക്കാൾ കണ്ണാടി വെക്കുമ്പോൾ അനുഭവപ്പെടും. അത് കൃത്യമായിട്ട് മഞ്ഞ നിറത്തിൽ തന്നെ തോന്നണം എന്ന് നിർബന്ധമില്ല. അത് കുട്ടി നമ്മളോട് പറയുന്നത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ഈ ഗ്ലാസിൻ്റെ കോട്ടിങ്, അങ്ങനെ അതിൻ്റെ ലെൻസ്, അതിലൊക്കെയുള്ള ഇതനുസരിച്ചിട്ട് അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം അമ്മമാർ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ കണ്ണാടി ഉപയോഗിക്കാതെ ഈ കാഴ്ചക്കുറവ് ഇങ്ങനെ തന്നെ തുടർന്നാൽ നമ്മുടെ കണ്ണിൽ, കുട്ടികളുടെ കണ്ണിൽ ഒരു ആംബ്ലയോപ്പിയ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരും. അതായത് ലേസി ഐ. നമ്മൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു പവറൊന്നും ഇല്ലാതെ ഫുൾ കാഴ്ചയായിട്ടല്ല ജനിക്കുന്നത്. ഒരു ചെറിയ ഒരു പ്ലസ് പവറായിട്ടാണ് കുട്ടി ജനിക്കുന്നത്. പിന്നെ ഒരു 6-7 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഈ പവർ നോർമലായി കണ്ണിലെ റെറ്റിനയുടെ പ്രവർത്തനങ്ങളെല്ലാം കറക്റ്റായി ഫുള്ളി ഡെവലപ്ഡ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് 2 കണ്ണുണ്ട്. നമ്മൾ 2 കണ്ണുകളും കൊണ്ട് നോക്കുമ്പോൾ ഒരു സാധനത്തിന് 2 ഇമേജുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമ്മളതിനെ ഒരു ഇമേജായിട്ടാണ് കാണുന്നത്. അപ്പോൾ കണ്ണിൽ നിന്നുണ്ടാവുന്ന 2 ഇമേജുകളെ ബ്രെയിൻ ഒരു ഇമേജായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബൈനോക്കുലർ സിംഗിൾ വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു സാധനത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നത്, ഒരു സാധനത്തിനെ 3 ഡയമെൻഷനായിട്ട് അതിൻ്റെ എല്ലാ മാനങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നത്, ഇതൊക്കെ ഈ ബൈനോക്കുലർ സിംഗിൾ വിഷൻ എന്ന് പറയുന്ന പ്രതിഭാസം നമ്മളുടെ തലച്ചോറ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതിൻ്റെ വളർച്ച പൂർണ്ണമായിട്ട് സംഭവിക്കുന്നത് ഒരു 7 വയസ്സ് വരെയാണ്. അതുകൊണ്ട് തന്നെ 7 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാഴ്ചക്കുറവ് കറക്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ഡെവലപ്മെൻറ്റ് പൂർണ്ണമായിട്ട് നടക്കില്ല.
അപ്പോൾ ക്ലിയറായിട്ട് വരുന്ന കണ്ണിൽ നിന്നുള്ള ഇമേജ് മാത്രം ബ്രെയിൻ സ്വീകരിക്കും. ക്ലിയർ അല്ലാത്ത കണ്ണിൽ നിന്ന്, അതിപ്പോൾ തിമിരം കൊണ്ടാവാം, പവർ കൊണ്ടാവാം, വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടതാവാം, കോങ്കണ്ണ് കൊണ്ടാവാം, എന്ത് കാര്യം കൊണ്ടായാലും ബ്ലേഡായിട്ട് വരുന്ന ഇമേജ് ബ്രെയിൻ സ്വീകരിക്കാതിരിക്കും. അപ്പോൾ അതിങ്ങനെ കുറച്ച് നാൾ അങ്ങനെ തന്നെ തുടർന്ന് കഴിയുമ്പോൾ ആ കണ്ണിൽ നിന്നുള്ള ഇമേജസ് സ്വീകരിക്കാതെ ആ കണ്ണൊരു അലസമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അതിനാണ് നമ്മൾ ലേസി ഐ അഥവാ ആംബ്ലയോപ്പിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കണ്ണ് പുറമേ നിന്ന് കാണാൻ കുഴപ്പമില്ല, കണ്ണിൻ്റെ ഘടനയിലൊന്നും കുഴപ്പമില്ല, സ്ട്രക്ചറിൽ കുഴപ്പമില്ല, കുറച്ച് പവർ ഉണ്ടെന്നുള്ളതല്ലാതെ കാഴ്ച ഞരമ്പിൽ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ എത്ര പവർ കറക്റ്റ് ചെയ്താലും കാഴ്ച പൂർണ്ണമായിട്ടും തിരിച്ച് കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം കാണും. അതിനെയാണ് നമ്മൾ ആംബ്ലയോപ്പിയ എന്ന് പറയുന്നത്. ഇപ്പോൾ 7 വയസ്സിനുള്ളിലാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ഒക്ലൂഷൻ തെറാപ്പി അങ്ങനെ ചില എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെറ്റിനയെ നമുക്ക് വീണ്ടും ഉത്തേജിപ്പിച്ചെടുക്കുകയും BSVയുടെ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ പറ്റും. കാഴ്ച ഒരു പരിധിവരെയെങ്കിലും ചില കുട്ടികളിൽ മുഴുവനായിട്ടും തിരിച്ചു പിടിക്കാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് കണ്ണടയുടെ കൃത്യമായ ഉപയോഗം 6 മാസം അല്ലെങ്കിൽ ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കോങ്കണ്ണ് അതുപോലെ തന്നെ ഈ ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പറ്റി ഡോക്ടർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നിരന്തരമായി നമ്മൾ ഡിജിറ്റൽ ഡിവൈസുകളിൽ നോക്കിയിരിക്കുമ്പോൾ, അതായത് ഒരുപാട് സമയങ്ങൾ ഈ ഡിജിറ്റൽ ഡിവൈസുകളിൽ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ അത് പല രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇത് എന്തെല്ലാം തരം കണ്ണ് രോഗങ്ങൾക്കാണ് കാരണമാക്കുന്നത്? മാത്രമല്ല കാഴ്ചയെ ഇതെങ്ങനെ ബാധിക്കും? അത് ഞാൻ ഓൾറെഡി ഇപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇത് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ സ്ക്രീൻ ഉപയോഗം കാരണം കാഴ്ചയെ മാത്രമല്ല ബാധിക്കുന്നത്, അത് കണ്ണിൽ ഡ്രൈ ഐ അഥവാ വരൾച്ച ഉണ്ടാക്കിയിട്ട് ചുവപ്പ്, വെള്ളം വരവ്, കണ്ണിന് ഭയങ്കരമായിട്ട് ക്ഷീണം, എപ്പോഴും കണ്ണ് തിരുമാനുള്ളൊരു ടെൻഡൻസി, കുറച്ച് സമയം നമ്മൾ സ്ക്രീൻ അഥവാ വായിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കണ്ണിന് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക, തലവേദന ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി കാഴ്ചയെ സംബന്ധിച്ച് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി നമുക്ക് കുറച്ച് പവറുള്ള ഒരാളാണ്, നമ്മളത് ചെക്ക് ചെയ്യുകയോ കണ്ടുപിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരാൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ക്രീൻ യൂസിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ആ പവർ കുറച്ചും കൂടി നമുക്ക് കാഴ്ചക്കുറവും അതിനനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും വരാം. പിന്നെ ഉള്ളത് പവർ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ണട ഉപയോഗിക്കുന്നുണ്ട്, എങ്കിൽ പോലും വളരെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഈ സ്ക്രീൻ യൂസ്, ചില കുട്ടികളൊക്കെ അവധി ദിവസങ്ങൾ മുഴുവൻ സമയവും ഈ സ്ക്രീനിൽ ചിലവഴിക്കുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് പലപ്പോഴും പേരൻസ് പറയാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ പവറിൻ്റെ എമൗണ്ടിൽ, അതായത് ഇപ്പോൾ നമുക്കൊരു 0.5 പവറുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് കൂടി 1 ഒക്കെ പവറിലേക്ക് പോകാം. അങ്ങനെ ചെറിയ തോതിൽ പവറിൻ്റെ വേരിയേഷൻസ് ഈ ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗം കൊണ്ട് വരാം. പിന്നെ വരാവുന്നത് നമ്മളുടെ കണ്ണിലെ മസിൽസ്, നമ്മൾ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ സ്ക്രീൻ ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടാബായാലും ഫോണായാലും എല്ലാം നമ്മളൊരു ഫിക്സഡ് ദൂരത്തിലാണ് ഉപയോഗിക്കുന്നത്. അതായത് അവിടെ അടുത്തുള്ള കാഴ്ച കാണുന്ന ഒരു 35-40 സെൻറ്റിമീറ്ററിനുള്ളിൽ. അപ്പോൾ അതേ ദൂരത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കണ്ണിലെ ചില പ്രത്യേക മസിൽസാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് പിന്നെ റിലാക്സ് ചെയ്യാതെ ആ മസിൽ അങ്ങനെ കൺസ്ട്രിക്റ്റായി തന്നെ ഇരിക്കുന്ന ഒരു സ്പാസം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരാം. അപ്പോൾ അങ്ങനെ വന്നാലും കുറച്ച് ഷോർട്ട് സൈറ്റ് പോലെയുള്ള പവറുകൾ വരാം. പിന്നെ അതുകൊണ്ട് തന്നെ കുട്ടിക്ക് തലവേദന, വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഐ സ്ട്രെയിനും തലവേദനയൊക്കെ വരാം. പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പറയേണ്ട ഈ സ്ക്രീനിൽ നിന്നുള്ള ലൈറ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസർ വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കണ്ണിലുണ്ടാവും. ഇതൊന്നും വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനങ്ങളിലൂടെ ഒന്നും ഇപ്പോഴും ആധികാരികമായിട്ടൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ആ സ്ക്രീൻ കൊണ്ടുള്ള അമിതമായ യൂസ് കൊണ്ട് ആ ലൈറ്റുകൾ കൊണ്ട് ഡാമേജുകൾ വരാം എന്നുള്ള രീതിയിലുള്ള ഹൈപ്പോതെസിസ് ഇപ്പോഴും വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളൂ. പക്ഷേ കണ്ണടകളിൽ അതിൻ്റെ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് ഇപ്പോൾ കൂടുതൽ സ്ക്രീൻ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് ഗ്ലെയർ കുറയ്ക്കാൻ വേണ്ടി ആൻറ്റി ഗ്ലെയറുള്ള കണ്ണടകൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ കണ്ണാടികളിലും ഇതിൻ്റെ ഫിൽട്ടർ ചെയ്യാവുന്ന കോട്ടിങ്സ് കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഡോക്ടർ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏത് സ്റ്റേജിലായിരിക്കും ഈ ഡോക്ടറെ കാണേണ്ടത്? ഈ കണ്ണിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ഇടയ്ക്ക് നമ്മൾ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഈ പവറിൻ്റെ കാര്യം, ഡിജിറ്റൽ യൂസിൻ്റെ കാര്യമൊക്കെ പറയുന്നത് പോലെ തന്നെ കൊച്ചുകുട്ടികളിൽ കാഴ്ചക്കുറവിന് വേറെയും ചില കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാണ് തിമിരം, അതായത് ജന്മന കുട്ടികൾക്ക് ഉണ്ടാകുന്ന തിമിരം. അപ്പോൾ അത്
വളരെ ചുരുക്കം കുട്ടികളിലേ കാണാറുള്ളൂ. അതായത് പ്രഗ്നൻസി സമയത്ത് അമ്മയ്ക്ക് ചില അസുഖങ്ങളുണ്ടെങ്കിൽ ഈ ടോക്സോപ്ലാസ്മ പോലെയുള്ള റുബല്ല പോലെയുള്ള ഇൻഫെക്ഷൻസ് വന്നാൽ, അമ്മയുടെ ന്യൂട്രീഷനിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ പ്രസവ സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കാരണം ഹൈപ്പോക്സിയ, ഓക്സിജൻ കുറവ് ഉണ്ടായാൽ, അങ്ങനത്തെയൊക്കെ ചില സിറ്റുവേഷൻസിൽ കുട്ടികൾക്ക് ജന്മന അല്ലെങ്കിൽ കൊച്ചു കുട്ടികളിൽ തിമിരം കാണാറുണ്ട്. ഇതും ഒരു പരിധിവരെ ചെറിയ കുട്ടികളിലെ കാഴ്ചക്കുറവിന് ഒരു കാരണമാണ്. അപ്പോൾ അത് റെയറായിട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കേണ്ടതും ചികിത്സിക്കേണ്ടതുമായ സംഗതിയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ 7 വയസ്സിനുള്ളിൽ നമ്മൾ ഇത് കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുട്ടിയുടെ കണ്ണിൽ നമ്മൾ വെറുതെ നോക്കുമ്പോഴോ ടോർച്ച് എപ്പോഴെങ്കിലും നോക്കുമ്പോഴോ ഒക്കെ ഒരു വെള്ളപ്പാട് പോലെ നമ്മുടെ കൃഷ്ണമണിയുടെ നടുക്കായിട്ട് ലെൻസിൻ്റെ ഭാഗത്ത് തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ ഉറപ്പായിട്ടും കാണിക്കണം. അത് തിമിരമാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചികിത്സകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. ആ തിമിരം ബാധിച്ച ലെൻസ് എടുത്ത് മാറ്റാം, വേറെ ലെൻസ് ഇട്ടാൽ കുട്ടിയുടെ കാഴ്ച നന്നാവും. മാത്രമല്ല, ഈ കാഴ്ചക്കുറവ് കാരണം ഒരു കണ്ണ് നല്ലതാണ്, ഒരു കണ്ണിൽ കാഴ്ചക്കുറവ് ഉണ്ടെങ്കിൽ പോലും വളരുമ്പോഴേക്കും ആ ബൈനോക്കുലർ സിംഗിൾ വിഷൻ നന്നായി വരാതിരിക്കാനുള്ള പോസിബിലിറ്റി ഒക്കെ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. പിന്നെ തിമിരമല്ലാതെ റെയറായിട്ട് പിന്നെ കാണുന്ന വേറൊരു പ്രശ്നമാണ് കൺജനീറ്റൽ ഗ്ലോക്കോമ. അതായത് ചെറിയ കുഞ്ഞുങ്ങളിൽ ജനിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് ശേഷമോ തുടങ്ങുന്ന കണ്ണിലെ മർദ്ദം, അതിൽ വേരിയേഷൻസ് വരുന്ന കണ്ടീഷൻ ഗ്ലോക്കോമ. അപ്പൊ ഇതും വളരെ ആദ്യം തന്നെ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും ജിൻസിയാണ്. ജിൻസി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ എൻ്റെ കുഞ്ഞിന് 6 വയസ്സാണുള്ളത്. 1ാം ക്ലാസ്സിൽ പഠിക്കുവാണ്. മോള് കണ്ണിന് കുറച്ച് നാളായിട്ട്, കുറച്ച് ദിവസമായിട്ട് കണ്ണിൽ പീള കെട്ടി ഇങ്ങനെ കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ കൊണ്ട് കാണിച്ചിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പൊ കണ്ണിന്റെ ഈ വെള്ളയുടെയും കറുപ്പിന്റെ നടുക്കായിട്ട് ഇങ്ങനെ വെള്ള ഒരു പാട പോലെ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അതവർ കാണിച്ചത് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ് മരുന്ന് ഒഴിക്കാൻ തന്നു. പിന്നെയും പക്ഷേ മരുന്ന് ഒഴിച്ചിട്ടും കുറവില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇങ്ങനെ പീള കെട്ടുന്നുണ്ട്. ഈ കണ്ണിന്റെ ഇങ്ങനെ പാട പോലെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെള്ള ഇങ്ങനെ കാണുന്നുണ്ട്. അതെന്താന്ന് അറിയാൻ വേണ്ടി. അതായത് ഈ കൃഷ്ണമണിയുടെയും വെള്ളഭാഗത്തിന്റെയും ഇടയിലായിട്ട് ചെറിയ തടിപ്പ് പോലെ കാണുന്നു എന്നാണോ പറഞ്ഞത്? പാട പോലെ? അതെ അതെ, വെള്ളപ്പാട പോലെ. കണ്ണിന്റെ കൃഷ്ണമണിയുടെയും കണ്ണിൻ്റെ വെളുത്ത ഭാഗത്തിൻ്റെയും ഇടയിലായിട്ടുള്ള ഏരിയയിൽ ഇങ്ങനെ അല്ലേ? അപ്പോൾ ഇത് ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ സാധാരണഗതിയിൽ ഇങ്ങനെ പീളയടിയലും ബുദ്ധിമുട്ടും കാണുന്നത് അലർജിയുടെ ഭാഗമായിട്ടാണ്. അതെപ്പോഴും ഇൻഫെക്ഷൻ ആവണമെന്ന് നിർബന്ധമില്ല. കൂടുതലായിട്ടും കാണുന്നത് അലർജിയുടെ ഭാഗമായിട്ടാണ്. അത് ഇപ്പോൾ പൊടിയോടാവാം, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് തണുപ്പ് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഡ്രൈനെസ് ഭയങ്കരമായിട്ട് വരുമ്പോൾ. പക്ഷേ ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കണ്ണ് എപ്പോഴും തിരുമാൻ തോന്നും, നല്ല ചൊറിച്ചിലുണ്ടാവും, മഞ്ഞ കളർ അല്ലെങ്കിലും ഡിജിറ്റൽ ഡിവൈസുകളുടെ ഉപയോഗം മൂലം കുട്ടികളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്തത്. കുട്ടികളിലെ കാഴ്ച പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MG ദീപയാണ്. ഡോക്ടർ നന്ദിയുണ്ട്. ഹലോ ഡോക്ടറുടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.